കൊടിക്കുന്നിൽ സുരേഷ് എംപിക്കെതിരെ DCCക്ക് പരാതി നൽകി കൊട്ടാരക്കര നഗരസഭയിലേക്ക് മത്സരിച്ച ഹരി കോടിയാട്ടാണ് പരാതിക്കാരൻ. തോൽവി പരിശോധിക്കണമെന്ന ആവശ്യം. കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ വാർഡിലാണ് ഹരി മത്സരിച്ച് തോറ്റത്. കേരള കോൺഗ്രസ് ബി എതിർ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ മാത്രം UDF വാർഡിൽ തോൽക്കുന്നു. യൂത്ത് കോൺഗ്രസുകാർ പ്രചാരണത്തിനിറങ്ങിയത് എംപിയുടെ മുൻ സ്റ്റാഫ് വിലക്കിയെന്നും പരാതിയിലുണ്ട്. പരാതിയുടെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി. ഗോപാൽ, എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? സ്മൃതി, കൊട്ടാരക്കരയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവും 9ാം വാർഡിൽ നഗരസഭയിലേക്കുള്ള 9ാം വാർഡിൽ മത്സരിച്ച UDF സ്ഥാനാർത്ഥിയുമായ ഹരി കോടിയാട്ട് എന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ കൊല്ലം DCCക്ക് കൊടിക്കുന്നിൽ സുരേഷ് MPയെ ഉന്നം വെച്ചുകൊണ്ട് പരാതി നൽകിയിരിക്കുന്നത്. താൻ അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോൽക്കാനുള്ള കാരണം MPയും അവിടുത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലുള്ളവരുമൊക്കെയാണ് എന്നതാണ് അദ്ദേഹം ഉന്നം വയ്ക്കുന്ന അല്ലെങ്കിൽ ആരോപിക്കുന്ന കാര്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റിന് കത്തും നൽകിയിരുന്നു. അദ്ദേഹം പറയുന്നത് കേരള കോൺഗ്രസ് ബി ഈ വാർഡിൽ മത്സരിക്കാൻ എത്തുമ്പോൾ മാത്രം അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം നിശ്ചലമാകുന്നു. ഇതിനു മുൻപ് 2015 കോൺഗ്രസ് നേതാവ് 248 വോട്ടിന് ജയിച്ച വാർഡിലാണ് ഇത്തരത്തിൽ തനിക്ക് ഈ ഗതി ഉണ്ടായിരിക്കുന്നത്. പല തവണയായി ഇത്തരത്തിൽ പ്രചരണത്തിന് വരണമെന്ന് MPയോടും MPയുടെ സ്റ്റാഫിനോടും പ്രധാനപ്പെട്ട നേതാക്കളോടും ആവശ്യപ്പെട്ടിട്ട് അവർ വരാൻ തയ്യാറായില്ല. പല ഘട്ടങ്ങളിലും തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഏകോപിക്കുന്നതിനോ കോർഡിനേറ്റ് ചെയ്യുന്നതിനോ എന്തിന് പ്രചരണത്തിൽ ഇറങ്ങുന്നതിന് പോലും ആളില്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതി ഉണ്ടായി. 1-2 ദിവസം കൊടിക്കുന്നിൽ സുരേഷ് MP ചില വീട് കയറാൻ വന്നു എന്നതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലേക്കുള്ള സഹകരണവും അവിടെ നിന്നുണ്ടായില്ല. കേരള കോൺഗ്രസ് ബിയുടെ നേതാവും മന്ത്രിയുമായിട്ടുള്ള KB ഗണേഷ് കുമാർ വാർഡിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്ന കാര്യം ജില്ലാ നേതൃത്വത്തെയും പ്രദേശത്തെ നേതൃത്വത്തെയും MPയെയും അടക്കം അറിയിച്ചിട്ടും യാതൊരു തരത്തിലേക്കുള്ള ഇടപെടലും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. സ്ഥലത്തെ നേതാക്കളും കേരള കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ അന്തർധാരയുണ്ടോ എന്ന സംശയം തനിക്കുണ്ട് എന്ന് പോലും ഈ പരാതിയിൽ ഇദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അതിനുള്ള ചില കാരണങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരത്തിൽ കൊട്ടാരക്കരയിൽ നിന്ന് ചില യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തനിക്ക് വേണ്ടി പ്രചരണത്തിലെത്തിയപ്പോൾ MPയുടെ സ്റ്റാഫിലുള്ള ഹരികുമാർ എന്ന വ്യക്തി ഫോൺ വിളിച്ച് ഇനി മേലാൽ അവരെ പ്രചരണത്തിനായി വിളിക്കരുത് എന്നും വേണമെങ്കിൽ തനിയെ പ്രചരണം നടത്തിയാൽ മതി എന്ന തരത്തിലേക്ക് തന്നെ ശാസിച്ചുവെന്നും തന്നോട് ധിക്കാരപരമായി പെരുമാറിയെന്നും അദ്ദേഹം പറയുന്നു. ഇക്കാര്യവും MPയെയും അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തെയും താൻ അറിയിച്ചിരുന്നു. അപ്പോഴും കാര്യപ്പെട്ട ഒരു നടപടിയും അവിടുത്തെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ തോൽവിക്കുള്ള കാരണം പ്രദേശത്തെ കോൺഗ്രസ് നേതൃത്വവും കൊടിക്കുന്നിൽ സുരേഷ് MPയും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലുള്ളവരും ആണ് എന്നതാണ് ഈ പകർപ്പിൽ, അതായത് പരാതിയുടെ പകർപ്പിൽ പറയുന്നത്. ഇതിന്മേൽ എന്തെങ്കിലും തരത്തിലേക്കുള്ള തുടർ നടപടി ഉണ്ടാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. സ്മൃതി. ശരി, ഗോപാൽ ശിലാസനാണ് വിവരങ്ങൾ നൽകിയത്.